വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കഥയാണ്, കഥയെന്നല്ല, ഒരു നടന്ന സംഭവമാണ്. വിദേശത്താണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, നമുക്കറിയാം, വിധവ. അവൾ വീട്ടുജോലി ചെയ്ത് ഹോട്ടലിലെ പണിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. പക്ഷെ വിശ്വാസമുള്ള ഒരു സഹോദരിയാണ്. ഈ സഹോദരി എപ്പോഴും ഈ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ, ടുമോറോ വിൽ ബി ബെറ്റർ ദാൻ ടുഡേ. നാളെ ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയര് മാതാക്കള്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, നിങ്ങളുടെ പപ്പ പോയി, വലിയ സങ്കടവും അല്ലേ, പരാധീനതകളും ദുഃഖങ്ങളുടെയും വാക്കുകളല്ലേ. ഷീവർ ഇങ്ങനെ തന്നെ പറഞ്ഞു, നാളെ മക്കളെ വളരെ മനോഹരമായിരിക്കും. വിധി കൊണ്ടുപോയി പല കാര്യങ്ങൾ, പക്ഷെ ഞാൻ അതിൽ പ്രയാസപ്പെടുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ ഓരോ പ്രാവശ്യവും ഒരുക്കി ഈ മാതാവ് അയക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്നതെല്ലാം നാളെ മനോഹരമായിരിക്കും. എന്നോട് പറയട്ടെ, അതിൻ്റെ ചരിത്രം പറയുന്നത്, അതിൻ്റെ ഒരു കഥ, അതിൻ്റെ പൂർത്തീകരണം പറയുന്നത്, ആ കുഞ്ഞുങ്ങൾ എല്ലാം ഓരോ പൊസിഷനിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു ഇന്റർവ്യൂവിൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര അനുഗ്രഹിക്കപ്പെടാൻ? ഞങ്ങളുടെ കാതുകളിൽ കേട്ട പുറുപുറുപ്പല്ല, ഞങ്ങളുടെ കാതുകളിൽ കേട്ടത് നിരാശയുടെ ശബ്ദമല്ല, ഞങ്ങളുടെ കാതുകളിൽ കേട്ടത് ഇല്ലായ്മയുടെ ശബ്ദമല്ല, ഞങ്ങളുടെ കാതുകളിൽ കേട്ട ഒരു വിധവയുടെ രോദനമല്ല, ഭർത്താവില്ലാത്ത ഒരു ഹെൽപ്ലെസ് ആയ ഒരു വിധവയുടെ രോദനമല്ല. ഞങ്ങളുടെ അമ്മ ഓരോ ദിവസവും മമ്മി പറയും, നാളെ അനുഗ്രഹമാണ്. പ്രതീക്ഷ വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് അതുകൊണ്ട് പഠിക്കാനുള്ള താല്പര്യം വന്നു, ഞങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ, എല്ലാത്തിലും ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ മനസ്സിൽ വരും കാലങ്ങളിൽ, വർഷങ്ങൾ കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി, ഒരു പൊസിഷൻ ഞങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിലൂടെ നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഇതാണ്. ഏതെങ്കിലും തകർന്ന അനുഭവങ്ങളിൽ, നാളെക്കുറിച്ച് പ്രത്യാശയില്ലാതെ, ഭാരപ്പെട്ട്, വേദനിച്ച്, എല്ലാം തകർന്നു പോയൊരു നിരാശയുടെ അടിത്തട്ടിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോടുള്ള സന്ദേശമാണ്, നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു, നാളെ മനോഹരമായിരിക്കും തന്നെ പറ. സാഹചര്യങ്ങളോട് നിങ്ങൾ പറ. ആരും നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങൾ പറ, ചുറ്റുപാടുകളോട് നിങ്ങൾ പറ. അസ്ഥി താഴ്വരയിൽ പ്രവാചകൻ നിർത്തിയിട്ട് ചോദിച്ചത്, ജീവിക്കുമോ? അദ്ദേഹം പറയുന്നത്, യഹോവയെ നീ അറിയുന്നു. അതിനോട് പറയുകയാണ്, നീ അത് ഞരമ്പ് വെക്കട്ടെ, മാംസം പിടിക്കട്ടെ, തൊക്കുപൊതിയട്ടെ, ആ ഉണങ്ങിയ അസ്ഥികൾ സൈന്യമായ പോലെ. സാഹചര്യം കൊണ്ട് വിളിച്ചു പറ, നിങ്ങളുടെ ശരീരം കൊണ്ട് വിളിച്ചു പറ, ഇല്ലായ്മയോട് വിളിച്ചു പറ. അല്ലെങ്കിൽ അനുസരിക്കാത്ത മക്കളാ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത മക്കളാണെങ്കിൽ ആ മക്കളെ കുറിച്ച് പറ, അവൻ ഭാവിയിൽ അനുഗ്രഹമാണെന്ന് പറ, അനുഗ്രഹം അനുഭവിക്കുന്ന തന്നെ പറ. വിശ്വാസത്തിന്റെ വാക്കുകൾ തന്നെ പറ. പ്രതിസന്ധിയുടെ നടുവിൽ അതിലേക്ക് തന്നെ നിങ്ങൾ വരും. ആ അമ്മ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഉയർച്ചയിലേക്ക്, വലിയൊരു അനുഗ്രഹത്തിലേക്ക് ആ കുടുംബം വരാൻ കാരണമായി. അവർ പറഞ്ഞത് ഞങ്ങൾ കേട്ട നിരാശയുടെ വാക്കുകളല്ല, ഞങ്ങൾ കേട്ട പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും എൻകറേജ് ചെയ്യുന്ന വാക്കുകളാണ് ഞങ്ങൾ കേട്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.